നമസ്കാരം. ഫ്രാഗ്രൻസ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഇറങ്ങിയ ഒരു ഫ്രാഗ്രൻസ് ആണ്. ഇതിൻ്റെ പേര് പോർ ഹോം. ഇതുണ്ടാക്കിയ ആൾ യൂസഫ് ബൈ എന്ന് പറയുന്ന ഒരാളാണ്. യൂസഫ് ബൈനെ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം ഇൻസ്റ്റഗ്രാമിലൊക്കെ മില്യൺ ഫോളോവേഴ്സൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. മലയാളിയാണ്. കുറച്ച് വേൾഡിലൊന്നും അറിയപ്പെടുന്ന ഒരു പെർഫ്യൂമറാണ്. അദ്ദേഹത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ എന്ത് മണം കൊണ്ട് കൊടുത്താലും അതപ്പം തന്നെ റീക്രിയേറ്റ് ചെയ്ത് പെർഫ്യൂമിൻ്റെ രൂപത്തിൽ കൈത്തരും എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ഞാനിതുവരെ അവിടെ പോയിട്ടില്ല. ഞാനങ്ങനെ വീഡിയോസിലൊക്കെ കാണാറുണ്ട്. ആളുകൾ മരിച്ച ആളുകളുടെ തുണിയും മണവും ഇതൊക്കെ കൊണ്ട് കൊടുക്കും. അല്ല, ജീവിച്ചിരിക്കുന്ന ആളുകളാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. മരിച്ചെന്ന് ഞാൻ പെട്ടെന്ന് പറഞ്ഞാൽ അപ്പം എന്ത് മണം, ചിലപ്പോൾ അവരുടെ തീർന്നു പോയ ഒരു പെർഫ്യൂം ആയിരിക്കും. പണ്ട് എങ്ങാണ്ട് തീർന്നു പോയ ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലൊക്കെ അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുത്തിട്ട് ഒരു തുള്ളി ഉള്ളായിരുന്നു. അപ്പം പുള്ളി അതൊക്കെ റീക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നത് കണ്ടിട്ടൊക്കെ ഉണ്ട് ഞാൻ. യൂട്യൂബിനകത്ത് അദ്ദേഹത്തിൻ്റെ തന്നെ ചാനലിനകത്ത് വീഡിയോസിലാണ് കണ്ടിട്ടുള്ളത് കൂടുതലും. എന്നിരുന്നാലും അദ്ദേഹം ഈയിടെയായിട്ട് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്തൊരു പെർഫ്യൂം ഉണ്ടായിരുന്നു, പോർ ഹോം എന്ന് പറയും. പോർ ഹോമിൻ്റെ പ്രൊമോഷണൽ വീഡിയോയ്ക്കകത്ത് ഞാൻ കണ്ട അദ്ദേഹത്തിന് ആദ്യം ടോം ഫോർഡ് ഊതുവുഡ് കാണിക്കുന്നു, പിന്നെ വേറെ ഏതോ പെർഫ്യൂം കാണിക്കുന്നു. അദ്ദേഹം ഊതുവുഡ് സെലക്ട് ചെയ്യുന്നു. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പം സിൽവർ മൗണ്ടൻ വാട്ടർ കാണിക്കുന്നു. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് സിൽവർ മൗണ്ടൻ വാട്ടർ സെലക്ട് ചെയ്യുന്നു. സിൽവർ മൗണ്ടൻ വാട്ടറിൽ നിന്ന് പിന്നെ വേറെ ഏതാണ്ടിലോട്ട് പോയപ്പോൾ അത് സെലക്ട് ചെയ്ത് അങ്ങനെ കുറേ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം പോർ ഹോം കാണിക്കുന്നു, മറ്റേത് കാണിക്കുന്നു. അപ്പോൾ പുള്ളി പറയുന്നു പോർ ഹോം മാത്രമായിട്ട് നല്ലതുള്ളൂ. പിന്നെ അവിടെ നിന്ന് പോർ ഹോമാണ് എല്ലാം സെലക്ട് ചെയ്യുന്നത്. എല്ലാത്തിനും ജയിച്ച് കയറിയ സാധനമാണ് പോർ ഹോം. ഇത് ഇവിടെയുണ്ട്. ഞാനപ്പോൾ അത് ഇത്ര സംഭവമാണെങ്കിൽ എന്താണെന്ന് അറിയണമല്ലോ എന്ന് പറഞ്ഞ് ഒന്ന് വരുത്തി നോക്കിയതാണ്. ഇതാണ് യൂസഫ് ബൈ പോർ ഹോം. കേട്ടോ, ഈ ഗ്രേഡിയൻ്റ് ഉണ്ട്. ഈ മാറ്റ് ഫിനിഷ് മേളിലും താഴെ ഗ്ലോസി ഫിനിഷും ഒക്കെ ആയിട്ടുള്ള ഒരു ഇത്. നല്ല ക്ലാസിക് ബോട്ടിൽ കേട്ടോ. നല്ല നീഷ് ഫ്രാഗ്രൻസുകൾ വരുന്ന ക്ലാസിക് ബോട്ടിൽ. ഇത് നീഷ് ഫ്രാഗ്രൻസ് ആണ്, പുള്ളിയുടെ ഓൺ ക്രിയേഷനാണ്. ഒന്നിൻ്റെയും കോപ്പിയൊന്നുമല്ല. പക്ഷെ ചില പെർഫ്യൂംസ് ഒക്കെ ആയിട്ട് സിമിലാരിറ്റി ഉണ്ട്. ക്ലോൺ അല്ല, പക്ഷേങ്കിൽ സെയിം വൈബ് വരുന്ന പെർഫ്യൂംസ് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ നോട്ട്സ് നമുക്ക് ആദ്യം നോക്കാം. ഇതിൻ്റെ നോട്ട്സ് എന്ന് പറഞ്ഞാൽ ബെർഗമോട്ട്, ആൽഡിഹൈഡ്സ്, ആർട്ടിമിസിയ, പിന്നെ ലാവൻഡർ, സെയ്ജ്. ഞാൻ നോക്കാം, ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ബെർഗമോട്ട്, ആൽഡിഹൈഡ്, ഗ്രേപ്പ് ഫ്രൂട്ട്, ആർട്ടിമിസിയ, ജിഞ്ചർ, ലാവൻഡർ, സേജ്, നട്ട്മെഗ്, സാൻഡൽവുഡ്, വൈറ്റ് മസ്ക്, ടൊളു ബൾസം, പച്ചോളി. നല്ലൊരു വുഡി ബേസ് വിത്ത് സിട്രസ് ആണ്. സിട്രസ് അരോമാറ്റിക് ഫ്രാഗ്രൻസ് വിത്ത് വുഡി ബേസ് ആണ്. അത് ഞാനത് പറഞ്ഞുതരാം. അറ്റോമൈസർ ചെക്ക് ഇതുണ്ടോ, കിട്ടില്ല. പ്രഷറൈസ്ഡ് അറ്റോമൈസറാണ്. അല്ല, ഈക്വലി ഡിസ്പേഴ്സ്ഡ് അറ്റോമൈസറാണ്. അടിപൊളിയാണ്. എന്നൊക്കെ ഞാനിത് പറഞ്ഞുതരാം. ഇത് ഒരു നല്ല ഫ്രഷ് സിട്രസ് വുഡി ഫ്രാഗ്രൻസ് ആണ്. ഇത് നമുക്ക് ബ്ലൂ ഡി ഷനേൽ, വെർസാഷെ ഡൈലൻ ബ്ലൂ, YSL YEDP, പിന്നെ നമുക്ക് വേറെ ഒന്ന് രണ്ടെണ്ണോട്ട് ഞാൻ പറയാം. ഇതുണ്ട്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ട്രസാഡി റിഫ്ലക്സോ ബ്ലൂ വൈബ്. പിന്നെ ഇത് കാർൽ ലാഗർഫീൽഡ്, ബോയ്സെ ഡി യുസു. ഇങ്ങനത്തെ കുറേ ഫ്രാഗ്രൻസുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ എല്ലാം ആ ഒരു ശ്രേണിയിൽ വരുന്ന ഫ്രാഗ്രൻസ് ഭയങ്കര ഫ്രഷാണ്. നോൺ ഒഫെൻസീവ് ഡീനെയാണ്. ഒരിക്കലും ഒഫെൻസീവ് അല്ല, ടോട്ടലി ഇൻഒഫെൻസീവ്. അത് എവിടെ ഇരുന്നാലും, കാറിൽ, ഓഫീസിൽ, പറഞ്ഞ പോലെ പാർട്ടിയിൽ, ഡേറ്റിങ്ങിൽ എന്ന് വേണ്ട എവിടെ ഈ സാധനം വിയർ ചെയ്തുകൊണ്ടിരുന്നാലും ആൾക്കാർക്ക് ഒരു ഒഫൻഡഡ് ആയിട്ട് അവർ ഫീൽ ചെയ്യത്തില്ല. ഭയങ്കര വാം വെൽക്കമിങ്. അവർ നിങ്ങളുടെ അടുത്ത് വന്ന് മണം പിടിക്കും. ആ രീതിയിലുള്ള സാധനം എൻ്റെ കിട്ടിയിട്ട് കുറച്ച് ദിവസമായി. എവിടെ എൻ്റെ ബോക്സ്? എവിടെ കണ്ടുണ്ട്, നോക്കട്ടെ. കണ്ടോ, ഇവിടെ ബോക്സിൽ എഴുതിയിരിക്കുന്ന എക്സ്ട്രൈറ്റ് പെർഫ്യൂം എന്നാണ്. പക്ഷേങ്കിൽ ഇതിൻ്റെ അടിയിലുള്ള ഒരു സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്ന ഓട പെർഫ്യൂം. ഞാൻ ഈ പെർഫ്യൂം കോൺസെൻട്രേഷനെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ, തീരെ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില സമയം EDT ആണ് EDP കാലം പെർഫോം ചെയ്യുക. ഇത് ഒന്നും അല്ലാത്ത രീതി ഏറ്റവും താഴെ കിടക്കുന്ന ചിലപ്പോൾ പെർഫ്യൂം ആയിരിക്കും. എലിക്സർ എന്ന് പറഞ്ഞിട്ട് EDTയുടെ പെർഫോമൻസ് ഇല്ലാത്ത ഫ്രാഗ്രൻസുകളുണ്ട്. അപ്പോൾ അതിനകത്ത് പെർഫ്യൂമിൻ്റെ കോൺസെൻട്രേഷൻ കൂടിയുണ്ട്, പെർഫോമൻസ് കൂടത്തില്ല. ഇങ്ങനെയാണ് എല്ലാവർക്കും കോൺസെൻട്രേറ്റഡ് ആയിട്ട് അങ്ങ് ഇറക്കിയാൽ പോരെ. അങ്ങനെ ഒരിക്കലും നടക്കത്തില്ല. അതെപ്പോഴും ഇൻഗ്രീഡിയൻസിൻ്റെ ആ ബ്ലെൻഡിങ്ങും മിക്സിങ്ങും ഒക്കെ ഉള്ള രീതിയിൽ വരുന്നൊരു ഫാക്ടറാണ്. ചിലപ്പോൾ EDT ആയിരിക്കും EDPയെക്കാളും പെർഫോം ചെയ്യുന്നത്. സോ ഞാനത് മൈൻഡ് ചെയ്യുന്നില്ല. ഇത് എന്തായാലും ഓട പെർഫ്യൂം കോൺസെൻട്രേഷൻ ആണെന്ന് തോന്നുന്നു. ഇത് ബോട്ടിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ. അപ്പം നല്ല ക്ലാസി ബോട്ടിലൊക്കെ. ഇദ്ദേഹത്തിൻ്റെ Y എന്ന് പറയുന്ന സാധനം ഇവിടെയൊക്കെ ഉണ്ട്. സെൻറ്റ് പ്രൊഫൈൽ വരുന്നത് നിങ്ങൾക്ക് ഓപ്പണിങ് തന്നെ ഗ്രേപ്പ് ഫ്രൂട്ട്, ആർട്ടിമിസിയ, ആ ഒരു രീതിയിലുള്ള ഓപ്പണിങ് വന്നിട്ട് നട്ട്മെഗ്, ലാവൻഡർ ഒക്കെ അതിൻ്റെ ബാക്കിൽ കോംപ്ലിമെൻ്റ് ചെയ്യുന്നത് നമുക്കറിയാൻ പറ്റും. കുറച്ച് നേരം കഴിയുമ്പോൾ വുഡി ബേസ് നന്നായിട്ട് ഡെവലപ്പ് ചെയ്യും. നല്ല വുഡി ബേസാണ്.
സാൻഡൽവുഡ് പച്ചൂളിയൊക്കെ ചേർന്നിട്ടുള്ള നല്ലൊരു വുഡി ബേസാണ്. നല്ല ഫ്രാഗ്രൻസ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര വാം വെൽക്കമിങ് ആണ്, ആളുകൾ വെൽക്കം ചെയ്യുന്ന രീതിയിലുള്ള ഫ്രാഗ്രൻസ്. ആൾക്കാർ നിങ്ങളുടെ അടുത്തോട്ട് വന്നിട്ട് മണത്ത് എൻജോയ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്മെല്ലാണ്. നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും വിയർ ചെയ്യാം, ഓൾ ഇയർ റൗണ്ട് ആണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഞാൻ യൂറോപ്പിലാണ് ഇപ്പോൾ ഇത് അടിച്ചു നോക്കിയത്. അപ്പോൾ എനിക്ക് നല്ല പെർഫോമൻസ് ഇവിടെ യൂറോപ്പിൽ കിട്ടി. കോംപ്ലിമെൻറ്റ് ഫാക്ടറിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ, ആക്ച്വലി ഞാനൊരു 8:45 ഇവിടെ വർക്കിന് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഞാൻ കുളിച്ചിട്ട് ഇത് അടിച്ചു കഴിഞ്ഞ് ഞാൻ വർക്ക് പ്ലേസിൽ പോയി. ഒരു 12 o'clock ആയപ്പം ഒരാൾ എന്നോട് ചോദിച്ചു, യു സ്മെൽ അമേസിങ്, എന്താണ് അടിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു പെർഫ്യൂമാണ് ദുബായ് എന്നുള്ളതാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു 2 o'clock ആയപ്പം വേറൊരാളും കൂടി എന്നോട് ചോദിച്ചു, എന്താണ് അടിച്ചിരിക്കുന്നത്, നല്ല അമേസിങ് സ്മെല്ലാണല്ലോ എന്ന് പറഞ്ഞു. അപ്പം അത്രയും നേരം ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് അതിനർത്ഥം. പക്ഷേങ്കിൽ അത് കേരളത്തിൽ പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. യൂസഫ് ഭായിയുടെ അടുത്തുള്ള നമ്മുടെ പയ്യന്മാർ അദ്ദേഹത്തോട് ചോദിച്ചാൽ പുള്ളി തന്നെ പറഞ്ഞു തരും ഇത് കേരളത്തിൽ പെർഫോം ചെയ്യുമോ ഇല്ലയെന്ന്. കാരണം കേരളത്തിൽ പെർഫോം ചെയ്തിട്ട് നല്ല പാടാണ്. ഇത് പെർഫോം ചെയ്യും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി പറഞ്ഞാൽ നല്ല ക്വാളിറ്റി കേട്ടോ. ഇതൊരു കിലോ ഒരു 3200 എനിക്ക് 35 പൗണ്ടായി. 35 പൗണ്ട് 3500 രൂപ നാട്ടിലേ ആയിട്ടുണ്ട് ഇത്. ആ ഒരു പ്രൈസ് റേഞ്ചിലല്ല ഇത് മണക്കുന്നത്. നല്ല അടിപൊളി ലെവലിലാണ് മണക്കുന്നത്. നല്ല ക്വാളിറ്റി ഇൻഗ്രീഡിയൻസ് ഇതിനകത്ത് ചേർത്തിട്ടുള്ളത്. 7 മണിക്കൂർ വരെയൊക്കെ എനിക്കിവിടെ നിൽക്കുന്നുണ്ട് ഇത്. 7 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ നിൽക്കും, പക്ഷേ സ്കിൻ സെൻ്റ് ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 4-5 മണിക്കൂർ ആക്റ്റീവ് പെർഫോമൻസ് ഉണ്ട്. കാരണം എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയ ടൈം വെച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആക്റ്റീവ് പെർഫോമൻസ് ഇല്ലെങ്കിൽ ഫ്രാഗ്രൻസ് കോംപ്ലിമെൻറ്റ്സ് ബ്രിങ് ചെയ്യത്തില്ല. അപ്പോൾ ആദ്യത്തെ ഒരു 5 മണിക്കൂറോളം ആക്റ്റീവായിട്ട് പെർഫോമൻസ് ഉണ്ട്. GCC കൺട്രിയിൽ നന്നായിട്ട് പെർഫോം ചെയ്യായിരിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു പരസ്യത്തിനകത്ത് ഞാൻ കണ്ടായിരുന്നു, ബൈക്കിലൊക്കെ പോയാലും ഇത് കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ കണ്ടായിരുന്നു. പിന്നെ എനിക്ക് അദ്ദേഹത്തിൻ്റെ LV ഇമാജിനേഷനോട് വലിയൊരു താല്പര്യം തോന്നിയില്ല. കാരണം അത് അദ്ദേഹത്തിൻ്റെ ടേക്ക് എടുത്തതായിരിക്കാം. LV ഇമാജിനേഷൻ്റെ ക്ലോൺ യൂസഫ് ഭായുടെ എന്നെ അത്ര ഇമ്പ്രസ് ചെയ്തില്ല. പക്ഷേ ഇത് എന്നെ വല്ലാണ്ട് ഇമ്പ്രസ് ചെയ്തു. കാരണം ഇത് അടിപൊളി ഫ്രാഗ്രൻസ് ആയത്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു അദ്ദേഹം ക്ലോൺ ഉണ്ടാക്കുന്നതിൽ നല്ലത് പുള്ളിയുടെ സ്വന്തം ക്രിയേഷൻസ് ആയിരിക്കും എന്നാണ്. ഞാൻ ഇനിയിപ്പോൾ ആർഡോർ എന്ന് പറഞ്ഞ ഒരെണ്ണം കണ്ടിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ നോട്ട്സ് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടു, ഒന്ന് ട്രൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയൊക്കെ ഉള്ളൂ. ഇതിൻ്റെ സെയിം വൈബ് ബ്ലൂഡി ഷാനിൽ YSLY ഇതുണ്ട്, ട്രിസാഡി റിഫ്ലെക്സോ, ഇത് ഞാൻ പിന്നീട് റിവ്യൂ ഇടാം. പിന്നെ അത് ബോയ്സ് ഐഡി യൂസ് കോൾ ലാഗർഫീൽഡ്, ഇത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഈ സെയിം ജോൺറ വരുന്നത്. വെർസാഷെ ഡെലാൻഡ് ബ്ലൂ, അങ്ങനെ ബ്ലൂ ഫ്രാഗ്രൻസസ് ഏതൊക്കെയുണ്ടോ അതെല്ലാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറ്റുന്നവരൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ, കുഴപ്പമില്ലാത്തൊരു ഫ്രാഗ്രൻസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനം എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ പറയുന്നതേ ഉള്ളൂ. ആരും തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. അപ്പോൾ ശരി, ബൈ.